കൊൽക്കത്ത ആർ.ജി. കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവം എന്ന പ്രസ്താവന വിവാദമായതോടെ തിരുത്തുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ സൗരവ് ഗാംഗുലി. തന്റെ വാക്കുകളെ വളച്ചൊടിച്ചത് എന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും സൗരവ് ഗാംഗുലി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, ഏത് സാഹചര്യത്തിലായിരുന്നു ഗാംഗുലിയുടെ പരാമർശം? എന്തൊക്കെയാണ് അതേ തുടർന്നുണ്ടായത്? വേണു, ഈ കൊൽക്കത്തയിലെ ഈ സംഭവത്തിൽ കായിക ലോകത്തും പ്രതിഷേധം ഇറമ്പുകയാണ്. കൊൽക്കത്തൻ ക്ലബ്ബുകളായ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനുമെല്ലാം അവരുടെ മത്സരം നിർത്തിവെക്കുകയും താരങ്ങളും ആരാധകരും അടക്കം തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുകയാണ്. ഇതിനിടെയാണ് കൊൽക്കത്തയുടെ ഐക്കൺ എന്ന് തന്നെ പറയാവുന്ന സൗരവ് ഗാംഗുലിയിൽ നിന്ന് ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ തേടിയിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന തരത്തിൽ പ്രതികരണം നടത്തിയത്. ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും കൊൽക്കത്തയുടെ രാജകുമാരൻ എന്നൊക്കെ പേരിൽ പ്രിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു താരത്തിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഗാംഗുലിക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ്. വലിയ രീതിയിൽ പ്രതിഷേധം വന്നതിന് പിന്നാലെയാണ് ഗാംഗുലി ഇക്കാര്യത്തിൽ ഒരു തിരുത്തുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഒറ്റപ്പെട്ട സംഭവം എന്ന് താൻ പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ്, പക്ഷേ അതിനെ വളച്ചൊടിക്കുകയും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഗാംഗുലി പറയുന്നത്. ഒപ്പം തന്നെ തനിക്കൊരു പെൺമകളുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയുടെ അച്ഛനായ താൻ ഒരിക്കലും അങ്ങനെ പറയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് വേണ്ടതെന്നും അക്കാര്യത്തിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും തരത്തിൽ ഗാംഗുലി പറയുന്നു. ഒപ്പം തന്നെ തൻ്റെ ഇപ്പോൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ തന്നെ കറുത്ത ചിത്രം ഇട്ടിരിക്കുകയാണ്. അതായത് പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റി പുതിയ ഒരു കറുത്ത എംബ്ലം ഇട്ടുകൊണ്ടാണ് ഗാംഗുലി ഇപ്പോൾ രംഗത്ത് വന്നിരുന്നത്. പക്ഷേ അതിനെതിരെയും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള തെറ്റ് സൗരവ് ഗാംഗുലിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അത് മറച്ചു പിടിക്കാൻ ഇത്തരം നടപടികളൊന്നും പോരാ എന്ന തരത്തിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം വരികയാണ്.